ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇത് മലേഷ്യൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഒക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മെനു ആണ്. കുറച്ച് ഇന്ത്യനും ഉണ്ട്, തായ് ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മെനു ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ട് നമ്മൾ ജെൻലിംഗ് ഹൈവേസ് പോകാനാണ് ഇരിക്കുന്നത്. വൈഫ് കഴിച്ചു തുടങ്ങി. ഞാനാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറച്ച് സാൽമൺ ബോൾസൊക്കെ ഉണ്ട് അവളുടെ പ്ലേറ്റിൽ. പക്ഷേ ഞാൻ ഫിഷ് കഴിക്കാത്തതായതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൽ കാണാത്തൊരു ടൈപ്പ് സാധനം ഈ സാധനമാണ്. ഇത് സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്, വൈറ്റ് കളർ. എന്തെങ്കിലും കറിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബ്രെഡാണ്. പൊറോട്ടയുണ്ട്. പൊറോട്ടയാണെന്ന് തോന്നുന്നു. ഇത് വലിയ ബീൻസ് കറിയാണ്. ഇത് റൈസ്, പിന്നെ നൂഡിൽസ് അത് കഴിച്ചിട്ട് മാറും. ഇതെന്താണെന്നറിയില്ല, ഒരു ഉപ്പിലിട്ട സാധനം പോലെ ഉണ്ട്. ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. പിന്നെ കേക്ക്, ഇതാണ് പിന്നത്തെ വെറൈറ്റി ആയിട്ട് കണ്ടത്. എന്തൊരു വെള്ളം കിട്ടിയിട്ടുണ്ട്. മധുരമില്ല, പഞ്ചസാര ഇട്ടിട്ടില്ല. നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ കലക്കാം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ടാങ്ക് ആണെന്ന് KL സെൻട്രൽ ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് 10 റിങ്കറ്റ് ആണെന്നാണ് കാണിച്ചത്. അത് കൊടുത്ത് ജെൻലിംഗ് സ്കൈവേസിലോട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ മദാമകളും സൈപ്പന്മാരൊക്കെ സൈക്കിൾ ഓടിച്ച് നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇവിടെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. സൈക്കിൾസ് നമുക്ക് റെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വഴിയിലിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സൈക്കിളും ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെയാണ്. ഇത് നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയ ആ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഫുള്ളി എയർ കണ്ടീഷൻഡ് സ്ഥലമാണ്. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡും റെയിൽവേയും എല്ലാം ഇവിടെ തന്നെയാണ്. അല്ലാതെ ഇവിടെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ബസ് എന്ന് കണ്ടുപിടിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാന്ന് പറഞ്ഞത്? ഗോ ഡൗൺ. ഇതാണ് ജെൻലിംഗ് സ്കൈ വേൾഡിലോട്ടുള്ള ബസ്. അപ്പോൾ 2-3 തരം ബസ്സുകളുണ്ട്. നല്ല തിരക്കാണ്.
ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഭയങ്കര തിരക്കാണ്. ടിക്കറ്റ്സ് ഇന്നത്തേക്കൊന്നും ഇല്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ജെന്നിങ്സ് ഹൈവേസ് പോകുള്ളൂ. അപ്പോൾ പ്ലാൻ മൊത്തം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എവിടെ പോകണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു മാളിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത്. NU സെൻട്രൽ മാളാണ്. അപ്പോൾ ഇന്ന് മാളിൽ ചുറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ബാട്ടു കേവ്സ് പോകാനാണ് പ്ലാൻ. ബാട്ടു കേവ്സ് 9 മണി വരെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വൈകുന്നേരമായിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്, ഈ ഉച്ചവെയിലിൽ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇവിടെ മാളിൽ ഒന്ന് AC-യിലോട്ട് വന്നപ്പോൾ കുറച്ച് ആശ്വാസമായി. മാളിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചത്. അങ്ങനെ മാളിൽ നിന്ന് നേരെ ബാട്ടു കേവ്സിലേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാട്ടു കേവ്സിൻ്റെ മെയിൻ മെട്രോ അല്ല ട്രെയിൻ ഇറങ്ങി വരുന്ന ഏരിയ. അപ്പോൾ ഒരു ഹനുമാൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം. അതുകൂടാതെ ഒരു അമ്പലം കാണാം. അപ്പോൾ ഇത് നമ്മളുടെ ബാട്ടു കേവ്സ് ഇതല്ല, കുറച്ചുകൂടെ നടന്നു പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു കേവിൻ്റെ ഉള്ളിലുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് ഇന്ത്യനെ ബ്രിട്ടീഷ് പിടിച്ചടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ മലേഷ്യയിലെ ആൾക്കാരെയും അവർ പിടിച്ചടക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് മലേഷ്യയിൽ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് കുറേ വർക്കേഴ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ബാട്ടു കേവ്സ്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു അമ്പലമുണ്ട്, പിന്നെ ഒരു ശ്രീരാമൻ്റെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ശ്രീരാമായണ കേവ് ഉണ്ട്, അതിന് പ്രത്യേകം ചാർജ് ഉണ്ട്. ബട്ട് ബാട്ടു കേവ്സിലേക്ക് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ഇവിടെ ഫസ്റ്റ് തന്നെ അമ്പലം, പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് കേവിലോട്ട് കയറാനുള്ള വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഏകദേശം എത്താറായി. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അന്ന് കാലത്ത് കടൽ മാർഗം മലേഷ്യയിലോട്ട് അടുത്തുള്ള പ്ലേസ് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഒരു 90% ഓഫ് വർക്കേഴ്സ് തമിഴന്മാരനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു തമിഴൻ അയാളുടെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒരു കേവിൽ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടാക്കിയതാണ് പിന്നീട് ഈ ബാട്ടു കേവ്സ് ആയിട്ട് മാറിയത്. ഇവിടെ മലേഷ്യയിലുള്ള തമിഴന്മാരോട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. നമുക്ക് ശരിക്കും ഇവിടെ വരുമ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു തമിഴ്നാട്ടിലെ അമ്പലത്തിൽ വന്ന പ്രതീതിയാണ്. ശരിയാണ്, ഇവിടെ തമിഴന്മാർ വന്ന് ആണ് ഇവിടെ ഈ ബാട്ടു കേവ്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബാട്ടു കേവ് എൻട്രൻസ്. ഈ കളർഫുൾ സ്റ്റെപ്സ് മൊത്തം കയറി മുകളിലോട്ട് വേണം. അവിടെയാണ് നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. ഇങ്ങനെ കണ്ട് പേടിച്ചെടുത്തു. Let's go. Only little bit.
ഇവിടെ നോക്കുമ്പോൾ നല്ല വലിപ്പമുണ്ടല്ലോ, മറ്റേ അവിടെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ബാട്ടു കേവ്സിലെ ഉള്ളിലുള്ള കേവിൻ്റെ ഉള്ളിലുള്ള ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേവ് കാണുന്നത്. ഞാൻ ഇതുവരെ ഒരു കേവിലും പോയിട്ടില്ല. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ ഹോൾസിൽ നിന്ന് ആ ലൈറ്റൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ ലൈറ്റപ്പ് ആവുന്നത് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലം.